ഇതാണ് മോരൊഴിച്ച ചീരക്കറി. റെസിപ്പിക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണാം. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്നൊരു ചീരക്കറിയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് എണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുകൊന്ന് പൊട്ടി വരണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക്, 3 നാരവിടാം, അതൊന്ന് രണ്ടാക്കി ഇട്ടിട്ട് ഇട്ടുകൊടുക്കുക. ഒരിതൾ വേപ്പില, ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു 5-10 ചെറിയ ഉള്ളി നെടുകെ ഒന്ന് മുറിച്ചും ഒരു വെളുത്തുള്ളിയും ഇട്ടും. വെളുത്തുള്ളി നിർബന്ധമുള്ള കാര്യമില്ല, വെളുത്തുള്ളി ഓപ്ഷനാണ്. പക്ഷെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു രുചി വരും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതിന് പകരം സബോള ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സബോള ഉപയോഗിച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കാം, പക്ഷേ ഈ ടേസ്റ്റ് ഒരിക്കലും കിട്ടും. അത് ചെറിയ ഉള്ളിക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ചെറിയ ഉള്ളി ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ചെറിയ ഉള്ളി ഒന്ന് മൂട്ടുക. ഉള്ളി മൂത്തൊക്കെ ഒന്നിങ്ങനെ വിട്ട് വരാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത്. ഇത് ചെരിച്ചിനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെരിച്ച് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കീറിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞു. ഇത്രയും ഇതിനകത്തേക്ക് ഇട്ടുള്ളൂ. തക്കാളി വെന്തുടയൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി തരുന്നത് കേട്ടോ. തക്കാളി പറഞ്ഞ പോലെ ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളിടാം. പൊടികളിൽ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇടുക. വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതുവരെ നമ്മൾ ഉപ്പിടില്ല കേട്ടോ. ഈ പൊടികളൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കുക. പൊടികൾ മൂത്തൊരു മണം വരും. ആ മണം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ഇടുക. വല്ലാതെ ചെറുതാക്കണമെന്നില്ല, ഒരുവിധം അരിഞ്ഞാൽ മതി. ഞാനിപ്പോൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ളതാണ്, വെള്ളത്തിലിട്ടാണ് വെച്ചിരുന്നത്. കാരണം അതിന് ആ ഒരു ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ചിലർ ഇതിൽ വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ.
ചീര ആദ്യം ഇതിങ്ങനെ പൊന്തി നിൽക്കും, അത് നോക്കണ്ട. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അമങ്ങിക്കിടൂടാ. ചീര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വേറെ വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണ്ട, ഒന്ന് ഇളക്കി വിടുക. ചൂടാകും തോറും അതൊന്ന് അമങ്ങി വരും. കണ്ടോ, നേരത്തെ പൊങ്ങിയിരുന്ന ഇതൊക്കെ വല്ലാതെ ചുങ്ങിപ്പോയി. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കും. ഈ ചീര ഒന്ന് അമങ്ങിയ അവസ്ഥയിൽ വേണം ഉപ്പ് ചേർക്കാൻ. കൂടുതൽ നേരത്തെ ഉപ്പ് ചേർക്കരുത് കേട്ടോ. 1 സ്പൂണ് ഉപ്പ്. ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കുക. ആ ചീര നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിലൊരു വെള്ളം നനവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് വേവാനുള്ള വെള്ളമൊക്കെ അതിൽ നിന്നുണ്ടാകും. ധാരാളമാണ് വേവാൻ. ഇത്രയും ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കും. ഏകദേശം ഒരു 4-5 മിനിറ്റ് എടുക്കും ഈ ചീര ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് തേങ്ങ അരച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ കൂട്ടിയിട്ടുള്ളത് ഒരു അരമുറിയോളം തേങ്ങ, അതിലേക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് ഉപ്പ്, 2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ അരച്ചിട്ടുള്ളത്. ഇത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഇടാം. ഒന്ന് ഇളക്കുക. അതെല്ലാ സ്ഥലത്തേക്കും ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി ഇതൊന്ന് തിളച്ചു വരും. സാധാരണ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുന്ന കറികളെല്ലാം തേങ്ങ അധികം തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇവിടെ അപ്പോൾ അത് തിളച്ചു വന്നു. ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് തൈര് ചേർക്കാം. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഒക്കെ ചേർക്കാം. പുളിയുള്ളതായാലും കുഴപ്പമില്ല, പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല. ഞാൻ തൈരൊന്ന് കട്ട തൈരായിരുന്നു, അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. കാരണം ആ കട്ടയൊന്ന് ഉടയ്ക്കാനായിട്ടാണ്. ഞാൻ ഒന്ന് ഉടച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവാന്ന് തോന്നും. നന്നായി ഒന്ന് ഇളക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇത്തിരി കൊഴുത്തിട്ടാണ് ഇരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൂസാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, അധികം വെള്ളം ഉപയോഗിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം.
ഒരു തരി ഉപ്പ് വേണം. കാരണം ഈ മോര് ഒഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉപ്പ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ മോരിൻ്റെ ആ ഒരു രുചി, ആ പുളി, അതുപോലെ തക്കാളിയുടെ പുളിയും ഒക്കെ കൂടി ചേർന്ന് നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണം എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ ഈ ഓപ്ഷനിൽ ഈ അവസ്ഥയിൽ നിന്ന് കുരുമുളക് പൊടി കൂടി ചേർക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഒരു ടേസ്റ്റിന്. അതല്ല കുരുമുളകാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുരുമുളകും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. അധികം പൊടിയാത്ത കുരുമുളകും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ ചീരക്കറി ഉണ്ടാക്കാനായിട്ട്. അടയ്ക്കുക. ഒരു തിള വന്ന് തുടങ്ങുന്ന അവസ്ഥയിൽ ഓഫ് ചെയ്യും. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ, അതായത് തിള വന്ന് തുടങ്ങുന്ന അവസ്ഥയിൽ അത് ഓഫ് ചെയ്യും. ഇപ്പോൾ ഇതിൽ തിള വന്ന് തുടങ്ങി, ഇത് തുറന്നു കഴിഞ്ഞാൽ കാണാൻ വേണം ചെറിയ തോതിൽ തിള വന്നു. അടപ്പ് അടച്ച് തന്നെ വയ്ക്കുക. തിള വന്ന് തുടങ്ങിയ അവസ്ഥയിൽ ഇത് ഓഫ് ചെയ്യും. ഇതൊരു മൺചട്ടിയാണ്, അതുകൊണ്ട് ഇതിനകത്ത് ചൂടുണ്ടാവും. അപ്പോൾ ഈ ചൂട്ടിലിരുന്ന് അതിനാവശ്യത്തിനുള്ള ഉപയോഗിക്കും. അപ്പോൾ ഇത്രയുമാണ് ചീരക്കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളത്.